ഏലോ ഏലോ ഇലമാ സബക്താനി. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഗുരു ഗുരു ഈ പത്രോസിനെ ഇവിടെ തനിച്ചാക്കല്ലേ. ശിമിയോൻ, ശിമിയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. കർത്താവെ, നിന്റെ കൂടെ കാരാഗ്രഹത്തിലേക്ക് പോകാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ്. പത്രോസേ, ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ അറിയുകയില്ല എന്ന് 3 പ്രാവശ്യം നിഷേധിച്ചു പറയുന്നതിനു മുൻപ് ഇന്ന് കോഴി കൂവുകയില്ല. നാഥ, ഞാൻ എത്ര പാപിയാണ്, എന്നോട് ക്ഷമിക്കൂ. ദൈവപുത്രനാണ് അവനെന്ന് ഏറ്റുപറഞ്ഞ അതേ നാവ് കൊണ്ട് തന്നെ അവനെ ഞാൻ തള്ളി പറഞ്ഞു. നിന്നെ ഒന്ന് നോക്കാൻ പോലും ഞാൻ, ഗുരു, എന്നെ തള്ളിക്കളയല്ലേ. ഞാൻ അത്ര നീചനാണ്. ആ നശിച്ച നിമിഷങ്ങൾ, എന്റെ ഗുരു എന്നോട് ക്ഷമിക്കൂ. നീ ആ ഗലീലിയന്റെ കൂട്ടുകാരനല്ലേ? സ്ത്രീയെ, നീ എന്താണ് ഈ പറയുന്നത്? ഞാൻ അവനെ അറിയില്ല. നിക്ക്, നീ അവന്റെ ആള് തന്നെ. അവന്റെ കൂടെ ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്. മാറു, ഞാൻ ആരുടെയും ആളല്ല. നിനക്ക് തെറ്റുപറ്റിയതാണ്. ഞാൻ പോട്ടെ. എടാ, സത്യം പറയടാ, നീ തന്നെയല്ലേ അവൻ? നസ്രായന്റെ കൂടെയുള്ളവനല്ലെങ്കിൽ നീ എന്തിനാ ഇത്ര അസ്വസ്ഥനായിരിക്കുന്നത്? നുണ പറയുന്നോടാ. ഇതെന്തൊരു ശല്യമാണ്. ഇതിപ്പോ 3ാമത്തെ തവണയായി ഈ ചോദ്യം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ മനുഷ്യനെ അറിയില്ല എന്ന് പറഞ്ഞാൽ സത്യമായിട്ടും അറിയില്ല. ഒരിക്കൽ ഞാനിതെല്ലാം ഉപേക്ഷിച്ചതാണ് നിന്റെ ഒപ്പമായിരിക്കാൻ. പക്ഷെ ഇപ്പൊ മറ്റാരേക്കാൾ ഞാൻ നിനക്ക് അന്യനാണ്. ഇനി എന്റെ മുന്നിൽ എന്റെ ഗുരു, ഞാൻ ശപിക്കപ്പെട്ടവനാണ്. എന്നോട് ക്ഷമിക്കൂ. യോനായുടെ പുത്രനായ ശിമിയോനെ, നിന്റെ കണ്ണീർ കണങ്ങൾ എന്നോടുള്ള സ്നേഹമാണ്. മറ്റാരേക്കാളും നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. എൻ്റെ പ്രിയ സ്നേഹിത, നീ പാറയാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. പീറ്റർ, എന്നോടുള്ള സ്നേഹത്തെ പ്രതി എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക.
എന്റെ ഗുരുവേ, ഈ ജീവിതം നിനക്കുള്ളതാണ്, നിനക്ക് വേണ്ടി മാത്രം.